പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ രാജ്യത്തെ ഫാഷിസത്തിനെതിരെ ശക്തമായി പ്രതിരോധ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരുമില്ല എന്ന നഗ്ന സത്യമാണ് ഓരോ ദിവസവും രാജ്യം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ ശാക്തീകരണങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരുത്തരും ഇന്ന് ഇല്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSന്റെ തമ്പാടിക്കൂട്ടങ്ങൾ രാജ്യത്തിന്റെ തെരുവുകളിൽ പാവപ്പെട്ട ആളുകളെ അവരുടെ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവര് ബുൾഡോസർ രാഷ്ട്രീയത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളെ ഇന്ന് കുടിയൊഴിപ്പിക്കുകയും കാട് കടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ആസാമിലൂടെ പുറത്തുവരുന്നത്. നീണ്ടകാലം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ആസാം എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ ആസാമിന്റെ കോൺഗ്രസ് മന്ത്രിസഭയിലെ നിരവധി തവണ മന്ത്രിസ്ഥാനം അലങ്കരിച്ച കോൺഗ്രസിന്റെ നേതാവായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് 2015 BJP വിട്ടുകയും കഴിഞ്ഞ തവണ BJP മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗമാവുകയും ചെയ്ത അദ്ദേഹമാണ് ഇന്ന് BJPയിലെ ആസാം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത മുസ്ലിം വിദ്വേഷ പ്രാസംഗികരായി മാറിയ ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഇന്ന് ആസാമിന്റെ 2ാം തവണ ഭരണത്തിൽ വന്നപ്പോൾ ആസാമിന്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനിടയ്ക്ക് ഇന്ന് മുതൽ കഴിഞ്ഞത് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിനിടയ്ക്ക് 4000 വീടുകളാണ് തകർത്തതായി ദേശീയ മാധ്യമങ്ങള് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വീടുകളും മദ്രസകളും പള്ളികളും ഈദ്ഗാഹും അടക്കമുള്ള മുസ്ലിങ്ങളുടെയും പാവപ്പെട്ട ആളുകളുടെയും വീടുകൾ തകർക്കുക, അതൊക്കെ ഇന്ന് മണ്ണായി മാറിയ അവസ്ഥയാണ് രാജ്യത്ത് ഉള്ളത്. അതിന് കാരണമായി ഭരണകൂടം പറയുന്നത് അനധികൃത കുടിയേറ്റം ഒഴിവാക്കാൻ എന്ന വാദമാണ് ഉയർത്തുന്നത്. അതായത് ഇന്ത്യയിലെ ഭരണകൂടം പൗരന്മാരായി അംഗീകരിക്കുന്ന എല്ലാ രേഖകളുമുള്ള ഭൂനികുതി അടക്കുന്ന ആധാരങ്ങളുള്ള ഭൂമികളാണ് അത് വ്യാജമായി കൈക്കലാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 15 ദിവസം കൊണ്ട് ഇത്തരത്തില് അനധികൃതമായി കൈയേറിയ വസ്തുക്കളാണെങ്കിൽ നോട്ടീസ് നൽകണമെന്ന് രാജ്യത്തിന്റെ നിയമമുണ്ട്. പക്ഷേ ഒരു നിയമവും അംഗീകരിക്കുവാനും നടപ്പിലാക്കുകയാണ് RSS നേതൃത്വം നടത്തുന്ന BJP നേതൃത്വം നടത്തുന്ന സംസ്ഥാനത്തിലെ ഭരണാധികാരികൾ ചെയ്യാറില്ല എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമായി 1100 വീടുകളാണ് ആസാമിൽ തകർത്തത്. അതിന്റെ പേരിൽ അത് തകർക്കാൻ വന്ന ആളുകളെ ഓൽപ്പാറ, ധുബ്രി, ലഖിംപൂർ ജില്ലകളിൽ മാത്രമായിട്ടാണ് ഈ 1100 വീടുകൾ ഒറ്റ ദിവസം കൊണ്ട് തകർക്കുന്നത്. അതിൽ പാവപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളായ സമ്പന്നരുണ്ട്, ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതിയിരുന്ന മുസ്ലിം വ്യവസായികളുടെ വീടുകൾ പോലും തകർത്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുമ്പോൾ അത് ഞങ്ങളുടെ നേരെ വരില്ല എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്ന സമൂഹങ്ങളെ, മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ പാവപ്പെട്ടവരുടെ വീടുകളും തകർക്കുന്ന കാഴ്ചയാണ് തിങ്കളാഴ്ച 1100 വീടുകൾ തകർത്തതിലൂടെ നമ്മൾ കണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഭൂമിയില്ലാത്തവരായി അവർക്ക് ജീവിക്കാനുള്ള അവസരമായി നിഷേധിക്കപ്പെടുക, അവർ ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പകുത്തി അവരെ നാട് കടത്താൻ NRC പിൻവാതിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ആസാമിന്റെ മണ്ണിൽ നടക്കുന്നത് എന്നുള്ള വസ്തുത ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നിയമങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കോ തുല്യത കൽപ്പിച്ചുകൊണ്ടാണ് രാജ്യത്ത് RSSകാർ ഇത്തരത്തില് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDPI സംസ്ഥ ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക തെരുവുകളിലും ഇന്ന് പ്രഖ്യാപിക്കുന്നത് RSSന്റെ തിട്ടൂരം ഇനിയും തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് തെരുവുകളിൽ RSSന്റെ ഭരണകൂടത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് SDPI ജനങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളത് വസ്തുത രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യ രാജ്യമാണ്. നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത സ്വാതന്ത്ര്യം അവര് ഈ രാജ്യത്തിന്റെ പൂക്കുമരങ്ങളിലേക്ക് കയറി ചെന്നത് സ്വപ്നസുന്ദരമായ ഒരു രാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. അവർ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരെതിരെ പോരാടിയത് മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വകവരമ്പുകളെ മറന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവലറിയത് തങ്ങളുടെ വരും തലമുറക്ക് സ്വസ്ഥമായിട്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നെങ്കിൽ അതിനെയെല്ലാം തകർക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ആസാമിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ഏകദേശം 2000 കുടുംബങ്ങൾ ഇന്ന് അനാഥരാക്കപ്പെട്ടിരിക്കുന്നു. അവരെ അതിനുവേണ്ടിയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച 2 ചെറുപ്പക്കാരെയാണ് ആസാമിന്റെ പോലീസ് വെടിവെച്ചുകൊന്നത്. ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇത്തരം ഭരണകൂട ഭീകരത നടത്തുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരൊറ്റയൊന്നും ഇന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ നവരാനിലെ ഏതൊരു ചെറുപ്പക്കാരനെ കഷ്ടമാക്കിയതിന്റെ പേരിൽ തൂക്കുകയറ് വിധിക്കപ്പെട്ട കേസിൽ രക്ഷിക്കാൻ എന്തൊരു ആവേശമാണ് ഇന്ത്യ രാജ്യത്തുള്ള പല നേതാക്കന്മാർക്കും എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിനെ ഞാൻ എതിർക്കുകയല്ല. അതിന് ന്യായമുണ്ടെങ്കിൽ
അതിൽ നീതിയുണ്ടെങ്കിൽ അതിനുവേണ്ടി രംഗത്ത് വരില്ല എന്ന് വേണമെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സഹോദരന്മാർ, ഈ രാജ്യത്തിന്റെ പൗരന്മാർ, ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരല്ലാത്ത രീതിയിലേക്ക് ഭരണകൂടം പണിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പോലും തയ്യാറാകാത്തത് RSSനെ ഭയന്നുകൊണ്ടാണ് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ആസാമിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ഏകദേശം 2000 കുടുംബങ്ങൾ ഇന്ന് അനാഥരാക്കപ്പെട്ടിരിക്കുന്നു. അവരെ അതിനു വേണ്ടിയിട്ട് തൊഴിൽ ചെയ്യുന്ന കഴിഞ്ഞ തിങ്കളാഴ്ച 2 ചെറുപ്പക്കാരെയാണ് ആസാമിന്റെ പോലീസ് വെടിവെച്ചു കൊന്നത്. ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള ഭരണകൂടം നടക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരൊറ്റൊന്നും ഇന്നില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ കഷ്ടമാക്കിയതിന്റെ പേരിൽ മനുഷ്യപ്പിടിക്കപ്പെട്ട കേസിൽ രക്ഷിക്കാൻ എന്തൊരാവേശമാണ് ഇന്ത്യ രാജ്യത്തുള്ള പല നേതാക്കന്മാർക്കുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിനെ എതിർക്കുകയല്ല, അതിന് ന്യായമുണ്ടെങ്കിൽ അതിന് നീതിയുണ്ടെങ്കിൽ അതിനുവേണ്ടി രംഗത്ത് വരിക എന്ന് വേണമെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സഹോദരന്മാർ, ഈ രാജ്യത്തിന്റെ പൗരന്മാർ, ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് പൗരന്മാരെല്ലാത്ത രീതിയിലേക്ക് ഭരണകൂടം പണിയെടുക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് താഴെപ്പോൾ തയ്യാറാകാത്തത് RSS ഭയന്നുകൊണ്ടാണ് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഭയം നീട്ടിക്കൊണ്ട് ഈ ഒരു പ്രതിരോധ രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് ഉയർന്നുവരുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ BJP ആണ്, ഇന്നലെ CPM ആണെങ്കിൽ RSS ആണ്. ഇതാണ് ഇന്ത്യ രാജ്യത്ത് കടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിക്രിയയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ ശക്തികളുടെ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടല്ലാതെ ഇതിന് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന വസ്തുത തിരിച്ചറിയുന്നത്. മുസ്ലിം നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലും ഈ പ്രതിരോധ സംഘടനകളും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഈ സുഹൃത്തുക്കളുടെ മാധ്യമമണ്ഡലത്തിലേക്ക് അഭിവാദ്യം ചെയ്യും JCB. ആയിരക്കണക്കിന് ആളുകളെ ഇന്ന് കുടിയൊഴിപ്പിക്കുകയും നാടുകടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ആസാമിൽ നിന്ന് പുറത്തുവരുന്നത്. നീണ്ടകാലം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ആസാം എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയായ ഹിമന്ത വിശ്വകർമ്മ നേരത്തെ ആസാമിന്റെ കോൺഗ്രസ് മന്ത്രിസഭയില് നിരവധി തവണ മന്ത്രിസ്ഥാനം അലങ്കരിച്ച കോൺഗ്രസിന്റെ നേതാവായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് 2015 BJPയിലെത്തുകയും കഴിഞ്ഞ തവണ BJP മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗമാവുകയും ചെയ്ത അദ്ദേഹമാണ് ഇന്ന് BJPയിലെ ആസാം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മുസ്ലിം വിദ്വേഷ പ്രാസംഗികരായി മാറിയ ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഇന്ന് ആസാമിന്റെ 2ാം തവണ ഭരണത്തിൽ വന്നപ്പോൾ ആസാമിന്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനിടയ്ക്ക് ഇന്ന് മുതൽ കരുതൽ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിനിടയ്ക്ക് 4000 വീടുകളാണ് തകർത്തതായി ദേശീയ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വീടുകളും മദ്രസകളും പള്ളികളും ഈദ്ഗാഹും അടക്കമുള്ള മുസ്ലിങ്ങളുടെയും പാവപ്പെട്ട ആളുകളുടെയും വീടുകൾ തകർക്കുക, അതൊക്കെ ഇന്ന് നന്നായി മാറിയ അവസ്ഥയാണ് രാജ്യത്ത് ഉള്ളത്. അതിന് കാരണമായി ഭരണകൂടം പറയുന്നത് അനധികൃത കുടിയേറ്റം ഒഴിവാക്കൽ എന്ന വാദമാണ് ഉയർത്തുന്നത്. അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ ഭരണകൂടം പൗരന്മാരായി അംഗീകരിക്കുന്ന എല്ലാ രേഖകളുമുള്ള ഭൂനികുതി അടക്കുന്ന ആധാരങ്ങളുള്ള ഭൂമികളാണ് അത് വ്യാജമായി കൈക്കലാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 15 ദിവസം മുമ്പ് ഇത്തരത്തില് അനധികൃതമായി കയ്യേറിയ വസ്തുക്കളാണെങ്കിൽ നോട്ടീസ് നൽകണമെന്ന് രാജ്യത്തിന്റെ നിയമമുണ്ട്. പക്ഷേ ഒരു നിയമവും അംഗീകരിക്കുവാനോ നടപ്പിലാക്കുവാനോ RSS നേതൃത്വം കൊടുക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനത്തിലെ ഭരണാധികാരികൾ തയ്യാറല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമായി 1100 വീടുകളാണ് ആസാമിൽ തകർത്തത്. അതിന്റെ പേരിൽ അത് തകർക്കാൻ വന്ന ആളുകള് കോൽപ്പാറ, ധുബ്രി, ലഖിംപൂർ ജില്ലകളിൽ മാത്രമായിട്ടാണ് ഈ 1100 വീടുകൾ ഒറ്റ ദിവസം കൊണ്ട് തകർക്കുന്നത്. അതിൽ പാവപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളായ സമ്പന്നരുണ്ട്, ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങളെ സുരക്ഷിതരാണ് എന്ന് കരുതിയിരുന്ന മുസ്ലിം വ്യവസായികളുടെ വീടുകൾ പോലും തകർത്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുമ്പോൾ അത് ഞങ്ങളുടെ നേരെ വരില്ല എന്ന് വ്യത്യാസം പ്രകടിപ്പിച്ചിരുന്ന സമൂഹങ്ങൾ മറ്റ് സമുദായത്തിൽപ്പെട്ടാൽ Jadi lagi beliau itu, beliau itu kata Allah, tapi dia sudah